നമസ്കാരം. സുപ്രീം കോർട്ടിൽ നിന്നും അനുകൂല വിധി വന്നതിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം അദാനി ഗ്രൂപ്പിലെ സ്റ്റോക്കുകൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. അദാനി എനർജി സൊല്യൂഷൻസ് 11.6%, അദാനി എന്റർപ്രൈസസ് 2.4%, അദാനി ഗ്രീൻ എനർജി 6%, അദാനി പോർട്ട് 1.3%, അദാനി പവർ 5%, അദാനി ടോട്ടൽ ഗ്യാസ് 10%, അദാനി വിൽമാർ 4% ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകി. 2023 ജനുവരി മാസത്തിൽ ഹിൻഡൻബർഗ് റിസർച്ച് അദാനി ഗ്രൂപ്പിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്ന കേസ് CBIക്കോ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോ കൈമാറണം എന്ന ഹർജിയാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോർട്ട് തള്ളിയത്. കൂടാതെ നിലവിലെ അന്വേഷണ ഏജൻസിയായ സെബിയോട് തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഹിൻഡൻബർഗ് റിസർച്ച് അദാനി ഗ്രൂപ്പിനെതിരെ 24 ആരോപണങ്ങളാണ് നടത്തിയത്. ഈ 24 ആരോപണങ്ങളിൽ 22 ആരോപണങ്ങൾക്ക് മുകളിലുള്ള അന്വേഷണവും പൂർത്തിയായിട്ടുണ്ട്. 2 ആരോപണങ്ങൾക്ക് മുകളിലുള്ള അന്വേഷണം പൂർത്തിയാക്കുന്നതിന് സുപ്രീം കോർട്ട് സെബിക്ക് 3 മാസത്തെ കാലാവധി അല്ലെങ്കിൽ സമയം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ വിധിയെല്ലാം അദാനി ഗ്രൂപ്പിന് അനുകൂലമായ വിധിയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അദാനി ഗ്രൂപ്പിലെ സ്റ്റോക്കുകൾ കഴിഞ്ഞ ദിവസം മികച്ച പെർഫോമൻസ് ചെയ്തു. കൂടാതെ അദാനി ഗ്രൂപ്പിന് മുകളിലുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസും ഫെയ്ത്തും ഉയർത്തുന്നതിനും ഈ വിധികൾ ഒരു നിർണായക പങ്ക് വഹിച്ചേക്കും. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അദാനി ഗ്രൂപ്പിലെ സ്റ്റോക്കുകൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത്. ഇനി അദാനി ഗ്രൂപ്പിലെ ചില പ്രധാന സ്റ്റോക്കുകളിൽ വന്ന മറ്റ് ചില അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. ഒന്നാമത്തെ സ്റ്റോക്ക് അദാനി പോർട്ട് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 1.5% ഉയർന്ന് 1095 ക്ലോസിംഗ് നൽകി. 2.36 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 37.3, ഡിവിഡൻഡ് ഈൽഡ് 0.46%, 52 വീക്ക് ഹൈ 1144, 52 വീക്ക് ലോ 395. അദാനി പോർട്ടിന് 5000 കോടി രൂപയുടെ ഫണ്ട് റേസ് ചെയ്യുന്നതിന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്രൂവൽ നൽകി എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. ഇവിടെ നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ ഇഷ്യൂ വഴിയുള്ള ഫണ്ട് റേസ് ആയിരിക്കും നടത്തുക. 1000 രൂപ ഫേസ് വാല്യൂ ഉള്ള നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ ആയിരിക്കും അദാനി പോർട്ട് ഇഷ്യൂ ചെയ്യുന്നത്. വരുന്ന 10 വർഷം കൊണ്ട് 7 ട്രില്യൺ രൂപയുടെ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള പ്ലാനും അദാനി ഗ്രൂപ്പിനുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഗോ ഹാൻഡ്ലിംഗ് പോർട്ടായ മുന്ദ്ര പോർട്ട് ഉൾപ്പെടെയുള്ള 13 പോർട്ടുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനിയാണ് അദാനി പോർട്ട്. അദാനി ഗ്രൂപ്പിൻ്റെ ചെയർമാനായ ഗൗതം അദാനിയെ അദാനി പോർട്ടിൻ്റെ എക്സിക്യൂട്ടീവ് ചെയർമാനായിട്ടും കിരൺ അദാനിയെ അദാനി പോർട്ടിൻ്റെ MD ആയിട്ടും അശ്വനി ഗുപ്തയെ അദാനി ഗ്രൂപ്പിൻ്റെ പുതിയ CEO ആയും നിയമിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് അദാനി പോർട്ടിൻ്റെ കാർഗോ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ഇയർ ഓൺ ഇയറിൽ 42% വർദ്ധിച്ചു എന്ന അപ്ഡേറ്റാണ്. 2024 ഫിനാൻഷ്യൽ ഇയറിലെ ആദ്യ 9 മാസം പിന്നിടുമ്പോൾ 370 മുതൽ 390 മില്യൺ മെട്രിക് ടണ്ണിൻ്റെ കാർഗോ ഹാൻഡ്ലിംഗ് ആണ് അദാനി പോർട്ട് നടത്തിയത്. ഇത് 2024 ഫിനാൻഷ്യൽ ഇയർ പൂർത്തിയാകുമ്പോൾ 400 മില്യൺ മെട്രിക് ടണ്ണിന് മുകളിലെത്തുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഡിസംബർ മാസത്തിൽ മാത്രം 35.65 മില്യൺ മെട്രിക് ടണ്ണിൻ്റെ കാർഗോ ഹാൻഡ്ലിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. ഇതിൽ തന്നെ ബൾക്ക് കാർഗോ ഹാൻഡ്ലിംഗിൽ 63% വർധനവും കണ്ടെയ്നർ കാർഗോ ഹാൻഡ്ലിംഗിൽ 28% വർധനവും ഉണ്ടായിട്ടുണ്ട്. ഇനി ഓരോ പോർട്ടുകളുടെയും ഡാറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ഓരോ പോർട്ടുകളുടെയും പെർഫോമൻസ് പ്രീവിയസ് ഇയറിനേക്കാൾ ഉയർന്നിട്ടുണ്ട്. ഗുജറാത്തിലെ മുന്ദ്ര പോർട്ട് വഴിയുള്ള കണ്ടെയ്നർ കാർഗോ ഹാൻഡ്ലിംഗ് വോളിയം 7 മില്യൺ 20 ഫൂട്ട് ഇക്വലൻ്റ് യൂണിറ്റായി ഉയർന്നിട്ടുണ്ട്. ദമ്ര പോർട്ട് വഴിയുള്ള കാർഗോ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി 1,73,524 മെട്രിക് ടണ്ണിൽ നിന്നും 1,85,886 മെട്രിക് ടണ്ണിലേക്ക് ഉയർന്നു. കാരക്കൽ പോർട്ട് വഴിയുള്ള കാർഗോ ഹാൻഡ്ലിംഗ് വോളിയം 30,350 മെട്രിക് ടണ്ണാണ്. അദാനി പോർട്ട് എന്ന സ്റ്റോക്കിൽ നമ്മൾക്കൊരു ബ്രേക്കൗട്ട് കാണാൻ സാധിച്ചു. 1000 എന്ന റേഞ്ചിന് മുകളിൽ ബ്രേക്കൗട്ട് വന്നു. അതിനുശേഷം ബ്രേക്കൗട്ട് ലെവലിനെ റീടെസ്റ്റ് ചെയ്തതിന് ശേഷം സ്റ്റോക്ക് 1094 അടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയും ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയും ഉള്ള ഒരു സ്റ്റോക്കാണ് അദാനി പോർട്ട്. രണ്ടാമത്തെ സ്റ്റോക്ക് അദാനി ടോട്ടൽ ഗ്യാസ് ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 10% ഉയർന്ന് 1100 ക്ലോസിംഗ് നൽകിയത്. 1.21 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 211. അദാനി ടോട്ടൽ ഗ്യാസ് ഷെയ്ഗൻ ക്വാണ്ടം ടെക്നോളജി എന്ന കമ്പനിയുമായി ചേർന്ന് ഡീകാർബണൈസേഷനിൽ മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. ക്ലീനർ ഫ്യൂവലായ CNG, LNG എന്നിവയെ പരമാവധി ഉപയോഗിച്ച് ഡീകാർബണൈസേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ 2 കമ്പനികളും മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചിരിക്കുന്നത്.
ഇത് പ്രകാരം അദാനി ടോട്ടൽ ഗ്യാസ് CNG LNG ബേസ്ഡ് ആയിട്ടുള്ള റിട്രോഫിറ്റ്മെൻറ്റ് സൊല്യൂഷൻസും ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിനെ ഹൈഡ്രജൻ ഫ്യൂവലിലേക്ക് മാറ്റുന്ന രീതിയിലുള്ള റിട്രോഫിറ്റ്മെൻറ്റ് സൊല്യൂഷൻസും പ്രൊവൈഡ് ചെയ്യും. ഇത് അദാനി ടോട്ടൽ ഗ്യാസിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ടെക്നിക്കൽ സൈഡിൽ നോക്കുകയാണെങ്കിൽ അദാനി ടോട്ടൽ ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം 1020 പ്രധാന സപ്പോർട്ടും 1180, 1175 തുടങ്ങിയ സോണുകൾ റെസിസ്റ്റൻസുമാണുള്ളത്. സ്റ്റോക്കിൽ 887 രൂപയുടെ അല്ലെങ്കിൽ 981 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് 1320 വരെയുള്ള ടാർഗറ്റ് എയിം ചെയ്യാമെന്നാണ് ടിപ്പ് ടു ട്രേഡേഴ്സിൻ്റെ റിസർച്ച് അനലിസ്റ്റുകൾ പറയുന്നത്. അദാനി ടോട്ടൽ ഗ്യാസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കും 1000 രൂപയ്ക്ക് മുകളിൽ ബ്രേക്കൗട്ട് വന്നു. അതിനുശേഷം 1100-നടുത്ത് ട്രേഡ് ചെയ്യുന്നു. 1200-ൽ സ്റ്റോക്ക് മുമ്പ് 2 പ്രാവശ്യം എത്തിയപ്പോഴും പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിച്ചു. ഇനി 1200 എന്ന ലെവൽ മറികടക്കുകയാണെങ്കിൽ അവിടെ നിന്നും 200 പോയിൻറ്റിൻ്റെ അപ്സൈഡ് അദാനി ടോട്ടൽ ഗ്യാസ് ലിമിറ്റഡിൽ പ്രതീക്ഷിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്